ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാൾ മുന്നേ നമ്മൾ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി ഈ ഒരു വീഡിയോസൊക്കെ നമ്മുടെ ഫോണിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ വർക്കിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു കുഞ്ഞു വ്ളോഗും കൂടി ആഡ് ചെയ്യാന്ന്. അപ്പോൾ മണ്ണിലൊക്കെ കളിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ കുഞ്ഞു പെണ്ണ് മതിമറന്ന് ആഘോഷിക്കുന്നുണ്ട്. മണ്ണ് വാരിയിട്ട് എറിഞ്ഞിട്ട് മുകളിലൊക്കെ ആക്കിയിട്ട് തലയിലൊക്കെ ആക്കിയിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ വർക്കിൽ ഞാൻ ഈ ചായയും പൊക്കി പിടിച്ചത് വരുന്നതിനൊരു കാരണമുണ്ട്. ഈ ചായ കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് കണ്ടോ, അവനാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരം. അതിന് മുന്നേ ഇവിടുത്തെ കലാപരിപാടികൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അവിടുത്തെ നോർമൽ അവർക്ക് ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു, അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഫുഡ് തന്നെയാണ്. ഫുഡ് എത്തുന്നവരെ നമ്മൾ ഇതുപോലെ ആ ഒരു ടേബിൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ടേബിൾ കണ്ട് നിങ്ങളാരും വിചാരിക്കേണ്ട, ഈ ടേബിൾ നിറച്ചും സാധനങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരും. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു അധികം എരിവും പുളിയും ഉപ്പൊന്നും ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു, അടുത്തത് വന്നു. അങ്ങനെ പല പല കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ ഈ ഒരു ഗ്ലാസും പൊക്കി പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു കാപ്പി തന്നതാണ്, പക്ഷെ കാപ്പി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ ഒരു കപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കളയാൻ തോന്നിയില്ല, കഴുകി അങ്ങ് ബാഗിലിട്ടു, ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ അതിൻ്റെ അതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടോ, കുറേ കൊത്തുപണി ഡിസൈൻ കണ്ടോ. അത് നമുക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് എത്ര അടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു നിഴൽ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച് ചെയ്യാന്നുള്ളത് ആ ഒരു ഐഡിയ തന്നെ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതുപോലത്തെ നമ്മൾ ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതി കേട്ടോ. ഈ ഒരു ത്രെഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുത്തു. ഈ ഒരു ത്രെഡ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കവർ ആവുമല്ലോ. പക്ഷേ ഈ ഒരു ഡിസൈൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ ഡിസൈൻ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡിസൈൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ജൂട്ടിൻ്റെ ത്രെഡ് ഞാനൊന്ന് കവർ ചെയ്തെടുത്തേ. നല്ല നീറ്റായിട്ട് ഗ്യാപ്പൊന്നും അധികം വരാത്ത രീതിയിൽ തന്നെ ചുറ്റിയെടുക്കുക. ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഒരു എസ്തെറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ പേപ്പർ, ഒരു A4 സൈസ് പേപ്പർ ഇതുപോലെ 4ആയി മടക്കി, അത് കോൺ ഷേപ്പായി മടക്കി കിട്ടുന്ന ആ ഒരു കുഞ്ഞൻ സ്ക്വയർ പീസാണ് നമ്മുടെ ഒരു ഷേപ്പിന്, ഹാർട്ട് ഷേപ്പിനായിട്ട് വേണ്ടത്. ഞാനിവിടെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ 4 വീതം 8 കുഞ്ഞൻ ഹാർട്ട് ഷേപ്പാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൽ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഹാർട്ട് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതന്നെ എല്ലാം ഹാർട്ടും ഒരേ അളവിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ക്യൂട്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിനനുസരിച്ച് ഈ ഒരു ഹാർട്ടിൻ്റെ വലിപ്പവും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഗ്ലാസ് ചെറുതായതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സൈസിൽ ഹാർട്ട് നമ്മൾ എടുത്തത് കേട്ടോ, ഒരു മീഡിയം സൈസിൽ ഹാർട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാമ്പൂ സ്റ്റിക്കിലേക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോ ഭാഗവും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഗ്യാപ്പ് വരാണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓപ്പൺ ചെയ്തിരിക്കുമ്പം ഗ്യാപ്പ് ഉണ്ടാവരുത്, ആ സ്റ്റിക്ക് വിസിബിൾ ആവരുത് കേട്ടോ. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ടേ.
എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ദാ ഇതുപോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഗ്യാപ്പായിട്ടുള്ള പോർഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ദാ ഇതുപോലെ വേണം. അത് നമുക്ക് ഗ്ലാസിൻ്റെ മിഡിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഞാനിതൊരു പാരച്യൂട്ട് കൈൻഡ് ഓഫ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലായിട്ട് ദാ ഇതുപോലെ ബാംബൂ സ്റ്റിക്കന്നെ തിന്നായിട്ടുള്ളത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈർക്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചെറിയൊരു പോരായ്മ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിന്നീട് അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാൻ കുറച്ച് കുഞ്ഞൻ ഷേപ്പിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുക. അതായത് ആ ഒരു ജൂട്ട് കവർ ചെയ്തിട്ടുള്ള പോർഷനിലേക്ക് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു പോർഷൻ കാണുമ്പോൾ എനിക്ക് ബാലമണീനെയാണ് ഓർമ്മ വന്നത്, നന്ദന സിനിമയിലത്തെ ആ ഒരു മഞ്ചാടി ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ ഡ്രസ്സിലേക്ക് ആവുന്ന ഒരു പോർഷനില്ലേ, എനിക്ക് അതന്നെ കേട്ടോ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ. പിന്നെ ഇവിടെ പൊങ്ങി നിൽക്കുന്നതായിട്ടുള്ള നൂലൊക്കെ ജസ്റ്റ് ഒന്ന് തീയിൽ കാണിച്ചിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനത്തെ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ മോളുടേതാണ്. പക്ഷെ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അവൾ വെച്ചേക്കുന്നില്ല, എല്ലാം കാണുമ്പോൾ ഊരിക്കളിയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. എനിക്ക് 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉത്സവത്തിന് പോയപ്പോൾ ഒരു പച്ച കളർ പാവാച്ചി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ തന്നെ ഏകദേശം വലിപ്പം ഉണ്ടായിരുന്നു ആ ഒരു പാവാച്ചി. കുറച്ച് എനിക്കൊന്ന് 90s കിഡ്സിൻ്റെ ഒക്കെ പലരുടെയും കയ്യിലുണ്ടായിട്ടുണ്ടാവും ആ ഒരു പാവാച്ചി. ഒരു മഞ്ഞ, പച്ച, അത് ചുവപ്പ്, ഈ ഒരു രീതിയിൽ ഫുള്ള് പ്ലാസ്റ്റിക്, ഉള്ളു പൊള്ളയായിട്ട് വരുന്ന തലേൻ്റെ മുകളിൽ പീപ്പിയില്ലേ ആ ഒരു പാവച്ചി. ആരെങ്കിലും കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്താ നിങ്ങളുടെ പാവേൻ്റെ കളറൊന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. ആ ഒരു പാവ ഞാൻ ഒരുപാട് കാലം എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ എടുത്ത് നടന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷേ എൻ്റെ മാരേജ് ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ തിരക്കായിരിക്കുമല്ലോ, ആ ഒരു സമയത്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായ ഏട്ടന്മാർ വൃത്തിയാക്കുമ്പോഴാണ് ആ പാവയും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞത് കേട്ടോ. അതുവരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോളൊന്നും വലിയ സൂക്ഷിക്കുന്ന ആളൊന്നും അല്ലാന്ന്. കാരണം ഒന്നിനും ഡ്രസ്സ് ഉണ്ടാവില്ല, കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല, ഷൂ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ വർക്ക് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നല്ല രസമില്ലേ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി വാങ്ങിക്കാം. അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചതിൻ്റെ ലിങ്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു, ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്നവർ ഇപ്പോൾ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നത്, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ ടാറ്റാ.